ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു ചിക്കൻ ചുക്ക. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല യൂട്യൂബ് വീഡിയോസും റെഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം 5 മണിക്കൂറാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഈ ചിക്കൻ കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, തൈര് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ചിക്കനിൽ. ഇതൊക്കെ നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ചട്ടി തന്നെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചട്ടി തന്നെ കുഴച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതിനായിട്ട് ആവശ്യമായ ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉള്ളി ഫ്രൈ ചെയ്യണം. നമ്മൾ ഓരോന്നായിട്ട് കുറച്ച് പോർഷനായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. ഇവിടെ മിക്സി നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തത്. അപ്പോൾ പെട്ടെന്നാവും കേട്ടോ. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് വരണം. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ബിരിയാണി മസാലയും ഏകദേശം 1 ടീസ്പൂണോളം മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. വേറെ മസാല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചേർക്കുന്ന കുറച്ചുകൂടെ മസാലപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ബിരിയാണി മസാല എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരണം. പിന്നെ നമ്മൾ ഈ പൊരിച്ച് വെച്ച ഉള്ളി ഇത് നന്നായിട്ട് ഇതൊന്ന് വറ്റി വരണ്ട് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. അതാണ് കേട്ടോ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ആ പൊരിച്ച ഉള്ളിയാണ്. അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഞാൻ ഫ്രൈ ആക്കിയിട്ടുള്ളൂ. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഉള്ളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുറച്ച് നല്ല എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. ഇതിന് വലിയ എരിവില്ല. കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ തൂവിയാൽ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാതെ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക കേട്ടോ.